ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഷവർ ജെല്ല് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇനി ഷവർ ജെല്ല് കുറേ പേരൊക്കെ ഷവർ ജെല്ല് ഉണ്ടാക്കണ ക്ലാസ്സൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരുമോയെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്കൊരു 200 മില്ലി ഷവർ ജെല്ലാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കണത്. അതിനായിട്ട് പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പേളി ഷവർ ജെൽ ബേസാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കതൊരു 175 ഗ്രാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 175 ഗ്രാം ഒഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് DM വാട്ടർ ഒരു 50 ml ഒഴിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 50 ml DM വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ലാവണ്ടറിൻ്റെ ഷവർ ജെല്ലാണ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു 6 ഗ്രാം ലാവണ്ടറിൻ്റെ എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുക്കണം. ഇനി അടുത്തായിട്ടൊരു 3 ml വെജ് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു 3 നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ആയാലും മതി കേട്ടോ. 2 ചേർത്ത്. ഇനി നമുക്ക് ആവശ്യത്തിന് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാവണ്ടറിൻ്റെ കളറാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് കളർ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കളർ കിട്ടുമെന്ന് നോക്കാം. വേണമെങ്കിൽ ഒരു 2 ഡ്രോപ്സും കൂടി കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എന്താ രസമെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ തന്നെ പറയും സോപ്പ് മേക്കിങ്ങിൻ്റെയും ഇതിൻ്റെ എല്ലാം ക്ലാസ് എടുക്കാമെന്ന് പറയാം. എന്നിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് തന്നെ കസ്റ്റമറോട് ഞാൻ പറയും, എന്തിനാ ക്ലാസ്, ഈ വീഡിയോ കണ്ട് അങ്ങോട്ട് ചെയ്താൽ പോരെ, ഞാൻ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പം എനിക്ക് ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ എനിക്കതൊരു മടിയായിട്ട് തോന്നും. എന്താണെന്ന് വെച്ചാൽ എന്തിനായി പൈസ കളയണമെന്ന് ഞാൻ വിചാരിക്കും. അപ്പം ഞാൻ പറയും ക്ലാസ് ഒന്നുകൂടി കണ്ടു നോക്ക്, എന്നിട്ട് പറ്റണില്ല എന്നുണ്ടെങ്കിൽ മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ പറയാറ്. അപ്പം ഞാനിങ്ങനെ അളവ് സഹിതം പറഞ്ഞു തന്നെ ഉണ്ടല്ലോ. അപ്പം പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു പേടി എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ധൈര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങ്. ആദ്യം നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് ഒരു ചെറിയ രീതിയിൽ അങ്ങോട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ചേർത്തേന്നുള്ള അളവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ചുകൂടി കൂടി അളവിൽ ചെയ്താൽ പോരെ. ഞാനിത് കറക്റ്റായിട്ട് എല്ലാം കാണിച്ചു തരുന്നുണ്ട്, ഒന്നും ഹൈഡ് ചെയ്യണില്ലല്ലോ.
മിക്ക കസ്റ്റമറും അത് പറയാറുണ്ട്. ഒന്നും ഹൈഡ് ചെയ്യാതെ എല്ലാം കാണിച്ചു തന്നെയുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എത്രയോ പേര് ഞാനിത് പറഞ്ഞിട്ട് എത്രയോ പേര് ഇതിൻ്റെയൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഇനി നമുക്ക് സ്മെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാവണ്ടറിൻ്റെ സ്മെല്ല് തന്നെ ചേർത്ത് കൊടുക്കണം. ഒരു 8 ml ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് സ്മെല്ല് മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. ഒരു 8 ml മതിയാവും. അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഷവർ ജെല്ല്. നോർമൽ ബേസ് എടുക്കാതിരുന്നത് മറ്റേ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ പേളി തന്നെ എടുത്തത്. ഇച്ചിരി കോസ്റ്റ്ലിയാണ് മറ്റേനേക്കാളും. അത് നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ്. പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഫിയാമയുടെയും വലിയ വലിയ കമ്പനികളുടെയൊക്കെ പേരുള്ള ഷവർ ജെല്ലൊക്കെ നമ്മൾ എത്രയോ റേറ്റൊക്കെ കൊടുത്ത് വാങ്ങണം. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നല്ലോ എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അത് തന്നെയല്ല പാരബൻ സൾഫേറ്റ് ഫ്രീ ആണെന്നുള്ള ഉറപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുക, സ്വന്തമായിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. പിന്നെ ഇതിൻ്റെ നല്ല പതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി പഠിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത്. എനിക്കൊരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നേ, ഇതിൻ്റെ ഒരു ക്ലാസ് എടുത്തു തരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ അളവോട് കൂടി തന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു പഠിച്ചാൽ പോരെ. ഇനി പിന്നെ വേറെ ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. 2-3 വട്ടം നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തൊന്ന് കണ്ടു പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ക്ലാസ് ഇതുപോലെ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന സംഭവമാണെങ്കിൽ ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് എന്നെ അറിയിക്കണം. പിന്നെ ലൈക്കും ഷെയറൊക്കെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.